നമസ്കാരം. വിദ്യാഭ്യാസ മേഖലയ്ക്കും സമൂഹത്തിന് തന്നെയും ഭീഷണിയായ SFIക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്ന വിമർശനം വൈകി ഉദിച്ച വിവേകമായി കാണേണ്ടിയിരിക്കുന്നു. SFI എന്ന സംഘടന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചും ഭീഷണിയും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തി അഭിരമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ക്യാമ്പസുകൾ കൈയടക്കി ഇവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക, അധ്യാപകരെ ആക്രമിക്കുക, അപമാനിക്കുക, പരീക്ഷകൾ അലങ്കോലപ്പെടുത്തുക എന്നിവയൊക്കെ SFIയുടെ പ്രവർത്തന പദ്ധതിയാണ്. CPMൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയോടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരം പേക്കൂത്തുകൾ ബിനോയ് വിശ്വത്തെ പോലുള്ളവർ ഇതുവരെ കാണാതിരുന്നത് എന്താണ്? CPIയുടെ വിദ്യാർത്ഥി സംഘടനയെപ്പോലും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഇതിൽപ്പെടുന്ന വിദ്യാർത്ഥിനികളെ മ്ലേച്ഛമായി അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടും CPMനെ ഭയന്നും അധികാരത്തിൻ്റെ സുഖത്തിലമർന്നും നിഷ്ക്രിയത പാലിച്ചവരാണ് CPI നേതാക്കൾ. വൈകിയാണെങ്കിലും SFI ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ബിനോയ് വിശ്വത്തെ പോലുള്ളവർ തയ്യാറായത് ആശ്വാസകരമാണ്. അപ്പോഴും സ്വന്തം പാർട്ടിയുടെ മറ്റ് നേതാക്കളിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് പിന്തുണ ലഭിക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. SFIയുടേത് പ്രാകൃത ശൈലിയാണെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ ശൈലിക്ക് ചേർന്നതല്ലെന്നും ബിനോയ് വിശ്വം പറയുന്നത് SFIയെയും അതിൻ്റെ യജമാനന്മാരായ CPMൻ്റെയും ബധിര കർണങ്ങളിലാണ് പതിക്കുക. തെറ്റുതിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഒരൊറ്റ CPM നേതാവിനും സ്വീകാര്യമാകുമെന്ന് തോന്നുന്നില്ല. CPIക്ക് SFI ഒരു ബാധ്യതയായി തോന്നിയേക്കാമെങ്കിലും CPMന് അവർ മുതൽക്കൂട്ടാണ്. CPM പിന്തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന് നേതാക്കളെ സംഭാവന ചെയ്യുന്ന എക്സ്റ്റൻഷൻ കൗണ്ടറാണ് SFI. മയക്കുമരുന്നിലൂടെയും അക്രമങ്ങളിലൂടെയുമാണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നത്. SFIയുടെ ഇടിമുറികളിൽ പരിശീലനം നേടിയവരാണ് CPMൻ്റെ നേതാക്കളായി മാറുന്നത്.